ദൈവവചനം പഠിക്കുവാനും ഏകാന്തമായ ഒരിടത്തേക്ക് മാറി നിൽക്കണമെന്ന് കത്തെഴുതി തന്റെ മുറിയിൽ വെച്ചു. ദൈവത്തിന്റെ മാലാഖ ഗാനങ്ങൾ അവർ വെളിപ്പെടുത്തുകയായിരുന്നു. അന്തോണിയുടെ ജ്ഞാനത്തിന്റെ രഹസ്യവും വിശുദ്ധ അന്തോണീസ് പാദുവായിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങളാൽ അദ്ദേഹം എപ്പോഴും തിരക്കിലായിരുന്നു. ജീവന തുല്യം അദ്ദേഹം സ്നേഹിച്ച ദൈവവചന പ്രഘോഷണവും നിരന്തരമായ കുമ്പസാരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും വിശുദ്ധനെ ശാരീരികമായ തളർച്ചയിലേക്കൊക്കെ നയിച്ചിട്ടുണ്ട്. കുറച്ചു കാലത്തേക്ക് അതിൽ നിന്നും വിട്ടുനിന്ന് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ഏകാന്തമായ ഒരിടത്തേക്ക് മാറി നിൽക്കണമെന്ന് വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ അധികാരികളോട് തൻ്റെ ആഗ്രഹം അറിയിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചുകൊണ്ടും അദ്ദേഹം ഒരു കത്തെഴുതി തൻ്റെ മുറിയിൽ വെച്ചു. ആ കത്ത് തൻ്റെ പ്രൊവിൻഷ്യാളിന് കൊടുക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് അപേക്ഷിക്കുവാനായിട്ട് അദ്ദേഹം ആശ്രമത്തിലെ സുപ്പീരിയർ അച്ഛൻ്റെ മുറിയിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. വിശുദ്ധൻ്റെ സുപ്പീരിയർ അത് സന്തോഷപൂർവ്വം അംഗീകരിച്ചു. എന്നാലും മുറിയിൽ തിരിച്ചെത്തിയ അന്തോണി എത്രമാത്രം തിരഞ്ഞിട്ടും ഞാൻ തയ്യാറാക്കി വെച്ച ആ കത്ത് കണ്ടെത്താനായില്ല. ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരിക്കണമെന്ന് ചിന്തിച്ച അന്തോണി തൻ്റെ സുപ്പീരിയറിൻ്റെ മുറിയിൽ ചെന്ന് താൻ തൻ്റെ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറിയതായി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്തോണിക്ക് പ്രൊവിൻഷ്യാളച്ചൻ്റെ കത്ത് ലഭിച്ചു. അന്തോണി ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ഏതാനും നാൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഏകാന്ത ജീവിതത്തിലും കഴിച്ചു കൂട്ടുന്നതിന് പ്രൊവിൻഷ്യാളിനോട് അനുവാദം ചോദിച്ച് എഴുതിയതിനുള്ള മറുപടിയായിട്ടാണ് ഈ കത്ത് അദ്ദേഹത്തിന് ലഭിച്ചത്. കത്തിലൂടെ അന്തോണി ചോദിച്ച കാര്യങ്ങൾ പ്രൊവിൻഷ്യാളച്ചൻ അംഗീകരിക്കുകയും ചെയ്തു. അന്തോണി എഴുതിയ കത്ത് ആരാണ് പ്രൊവിൻഷ്യാളച്ചൻ്റെ അടുക്കൽ ഏൽപ്പിച്ചതെന്ന് ഇന്നും നിഗൂഢമാണ്. തൻ്റെ സുപ്പീരിയറുമായി മാത്രം പങ്കുവച്ച വിശുദ്ധൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് വിശുദ്ധന്മാർ തന്നെ ദൂതന്മാരായി പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികരും സന്യാസികളും വിശ്വസിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അന്തോണിയെയും ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആദം മാർഷ എന്ന സഹോദരനുമായാണ് തൻ്റെ സഹോദരങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് നിയോഗിച്ചത്. ഫ്രാൻസിസ്കൻ സഭയുടെ ചാപ്റ്റർ അംഗീകരിക്കുകയും അവരെ കൂടുതൽ പഠിപ്പിക്കുവാനായിട്ട് വെർസീനിയയിലെ വിശുദ്ധ ആൻഡ്രിയായുടെ ആശ്രമത്തിലെ പ്രിയോറിൻ്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. അവരെക്കുറിച്ച് വെർസീനിയയിലെ പ്രിയോർ പറയുന്നത് ഇപ്രകാരമാണ്: ഈ ഫ്രാൻസിസ്കൻ സഹോദരങ്ങൾ തങ്ങൾക്ക് വിദ്യ പകർന്ന ഗുരുനാഥനിൽ നിന്നും പഠിച്ചതിനേക്കാൾ കൂടുതൽ അവരുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ മാലാഖ ഗാനങ്ങൾ അവർ വെളിപ്പെടുത്തുകയായിരുന്നു. വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നത്: ദൈവത്തോടും അവിടുത്തെ ദൈവവചനത്തോടുമുള്ള ആഴമായ സ്നേഹമാണ് ദൈവവചനം പഠിക്കുവാനും ഏറ്റവും ആവശ്യമായ ഘടകം. അന്തോണിയുടെ കാര്യത്തിൽ അത് വളരെയേറെ സത്യമായിരുന്നു. സഭയിലെ പിതാക്കന്മാർക്ക് ലോകജ്ഞാനമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അരൂപി വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് വിശുദ്ധ ത്രിത്വത്തെ പോലുള്ള സത്യം വിവരിക്കുവാൻ സാധിച്ചത്. അന്തോണിയുടെ ജ്ഞാനത്തിൻ്റെ രഹസ്യവും ദൈവരൂപിയുടെ സാന്നിധ്യത്തിൻ്റെ ഫലവുമാണ് ദൈവത്തിൻ്റെ പ്രകാശം ഹൃദയത്തിൽ കെടാതെ സൂക്ഷിക്കുകയും ആ പ്രകാശ രശ്മികൾ ആളിക്കത്തുവാൻ പ്രാർത്ഥനയും വിശുദ്ധിയും കൈമുതലാക്കുകയും ചെയ്തുവെന്നാണ് അന്തോണി വിവരിക്കുന്നത്.